ഹലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായിരിക്കും അല്ലേ, എന്തോ ഒരു പ്രിപ്പറേഷനിലാണ് ഞങ്ങളത്. അപ്പം ഞങ്ങൾ ചെമ്മീൻ അച്ചാർ ഇടാനുള്ള പ്രിപ്പറേഷനിലാട്ടാ. അപ്പം എൻ്റെ ചേട്ടൻ അബുദാബിയിലാണ്, എൻ്റെ സ്വന്തം ചേട്ടൻ. അപ്പോൾ ചേട്ടന് അച്ചാർ വേണമെന്ന് പറഞ്ഞപ്പോൾ അതാ അമ്മ അച്ചാറൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. നമ്മളൊക്കെ ഒരു അച്ചാർ ചോദിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാട്ടാ അമ്മയ്ക്ക് അച്ചാർ ഉണ്ടാക്കാൻ. ഓ, അമ്മയുടെ നോട്ടം കണ്ട. ആ, അപ്പം മോൻ മീൻ പറഞ്ഞ ഇവിടെ മീനെത്തും, ചിക്കൻ പറഞ്ഞ ഇവിടെ ചിക്കൻ എത്തും. അത് വെറുതെ പറഞ്ഞാട്ടാ. അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരാറുണ്ട്. എൻ്റെ ഹസ്ബൻഡും പുറത്ത് തന്നെയാണ്. ചേട്ടൻ വരുമ്പോഴും അമ്മ എല്ലാം ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെമ്മീനച്ചാർ ചേട്ടൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു വിടാനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ പ്രിപ്പറേഷൻ. ഇതാണ് ഒരു ഹെവി ടാസ്ക് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിപ്പോൾ ഏകദേശം കഴിയാറായി. ഇത് പെടക്കണ ചെമ്മീനാട്ടാ, നമ്മുടെ നാട്ടിലെ പടക്കണ ചെമ്മീൻ. അത് അമ്മയ്ക്ക് ഭയങ്കര, അത് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഇത് പിച്ചുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല, കിടന്ന് അതിൻ്റെ ഹാർട്ട് ഇങ്ങനെ കിടന്ന് ഇടിക്കണ ഒരു ഇതാ. അപ്പോൾ അത് തന്നെ പൊങ്ങി പ്ലേറ്റിലേക്ക് ചിലത് വീണിട്ടുണ്ട്, ചിലത് അമ്മേൻ്റെ എടുത്തിട്ടിട്ടുണ്ട്. അതിനൊന്ന് ഒന്ന് ചാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് നടക്കേണ്ടതാ. അപ്പോൾ കഴിയാറായി. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പ്രിപ്പറേഷനിൽ കാണാം അല്ലേ അമ്മേ? ഓക്കെ, നോക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെമ്മീനിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി. അത് നമ്മുടെ ചെമ്മീൻ എത്രയെന്ന് വെച്ചാൽ ആ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് ഇപ്പം നല്ലോണം മിക്സ് ചെയ്യും കേട്ടോ അമ്മ. ഉപ്പിടണേ. കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ നല്ലോണം കൈവച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൈവച്ച് മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ചെല്ലുന്ന സ്പൂണും ഇതൊക്കെ വെച്ച് സ്പൂണും കയ്യിലൊക്കെ വെച്ച് മിക്സ് ചെയ്യണേക്കാട്ടും ഭേദം നമ്മൾ കൈവച്ച് മിക്സ് ചെയ്യണതാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം എന്തൊക്കെ ചേർത്തെന്ന്. അമ്മ ഒന്നുകൂടി പറയുമോ അമ്മ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. പെരട്ടി വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം പിന്നെ എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ അതൊക്കെ തട്ടിപ്പൊത്തി വെച്ച് ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. ഒരു ശകലം നേരം അമ്മ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പം നമ്മൾ ചെമ്മീൻ വറക്കാൻ പോവാട്ടോ. അപ്പോൾ പെരട്ടി വെച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്നോട്ടെ, എന്നാലേ ആ ഒരു ഉപ്പും ഒക്കെ പിടിക്കുള്ളൂ. അപ്പം നമ്മൾ ചെമ്മീൻ വറക്കാൻ പോവാണ്. നല്ല വേദു കൊതി വരുന്നുണ്ടാ? എങ്ങനെയാ ഈ അമ്മി പറയണ വേദു? വേദു ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കാട്ടോ. വേദുവിന് അയാൾ വെള്ളം വന്നിട്ട് വയ്യാലേ. എന്തിനാ വേദു? കാണിക്കാം. എന്തിനാ വേദു? എന്തിനാ നമ്മൾ ചെമ്മീൻ ഉണ്ടാക്കണ? എന്തിടാനാ? അച്ചാറ് ആർക്ക് കൊടുക്കാനാ? മിമലൂന്. എന്തിനാ കൂട്ടുകാർക്ക് കൊടുക്കണ? എല്ലാം വേദു പൊട്ടും പൊടിയും കേട്ടിട്ട് ഓരോന്ന് പറയാണ്. വിമലുവിന് അച്ചാറുണ്ടായിക്കണാണ്. ഇവൻ്റെ മാമനാട്ടാ. മാമനെ വിമലു എന്നാട്ടാ വിളിക്കണേ. വിമലിന പേര്. അപ്പം വിമലു എന്നാണ് ഇവൻ വിളിക്കണല്ലേടാ. അപ്പം ചെമ്മീനെല്ലാം ഇവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. എന്താടാ കൊതി പറഞ്ഞാ? തരാട്ടാ. നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫുള്ള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ആവശ്യം ഉള്ളതാണ് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളിയൊക്കെ ഒരു കൈപ്പിടി. ഒരു ശരി നമ്മൾ എത്ര അളവനുസരിച്ച് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ പൊരുവട്ടോടും പറയാം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില. അപ്പോൾ ഇതൊക്കെ കൂടിയാണ് നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോണത്. അതിൻ്റെ ചേരുവകളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളിതാ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കേട്ടോ. ഫ്രൈ ചെയ്ത എണ്ണ കളയരുത്. ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല രുചി ഉണ്ടാവുള്ളൂ. അത് പിന്നെ പറയാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാട്ടെ ഇത് വറുത്തത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നവരും ഉണ്ട്, നമ്മൾ വെളിച്ചെണ്ണയിലാട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കാൻ പോണെന്ന് അമ്മ പറയൂട്ടാ. പറയോ അമ്മേ? ആദ്യം കുറച്ച് വെളുത്തുള്ളി,
കുറച്ച് ഇഞ്ചിയും വറുത്തിട്ട് മാറ്റി ഒന്ന് പൊടിച്ച് വയ്ക്കും. അത് ഒരു കൊഴുപ്പ് കിട്ടും അച്ചാറിന്, പ്രത്യേക ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം വറുത്ത പോലെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ വെച്ച്. ഫ്രഷ് ചെയ്തെടുത്താലും എന്തിനാ അത് അങ്ങനെ ചെയ്യണേ? അത് നല്ല കൊഴുപ്പ് കിട്ടും, അച്ചാറിന് നല്ലൊരു കൊഴുപ്പാണത്. മറ്റേ ചെമ്മീനച്ചാറൊക്കെ ഇട്ടതിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കുറച്ച് വറുത്തിട്ട് പൊടിച്ചു വയ്ക്കുന്നത്. പിന്നെ നമ്മൾ വഴറ്റി ചേർക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉലുവ ഇട്ടു. ഉലുവ പൊട്ടി തുടങ്ങി. ഇനി കുറച്ച് കടുക്, തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ അത് ആ കടുക് ഇട്ടു. ഇത് നമ്മുടെ രീതിയിലായിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലാണ്. ഇത് മൈ അമ്മ സ്പെഷ്യൽ. അപ്പോൾ ഇത് അമ്മയുടെ സ്പെഷ്യൽ അച്ചാറാട്ടോ. ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതാ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതാ അപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇതാ നേരത്തെ പറഞ്ഞില്ലേ അമ്മ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രം ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് ഇതേപോലെ ഒരിങ്ങനെ കിരികിരാന്നുള്ള രീതിയിൽ ഇതാ ഇങ്ങനെ വറുത്തെടുത്ത് ഇതാട്ടോ അത്. ഇനി ഇനിയെന്ന് വെച്ചാൽ ഇതാ ബാക്കിയുള്ളത് നമ്മൾ റെസ്റ്റ് ഉണ്ടായത് ബാക്കിയുള്ളത് എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റണം കേട്ടോ. വഴണ്ട് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പൊടിച്ചു വെച്ചില്ലേ, നേരത്തെ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ കിരികിര എന്നുള്ള രീതിയിൽ ഇച്ചിരി വറുത്തെടുക്കുന്ന അമ്മ. അപ്പോൾ ആ രീതിയിൽ അമ്മ ചെയ്തിട്ട് എന്താണ് അരച്ചെടുത്തതാണ്. അത് നമ്മൾ മിക്സിയിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതാ ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഇവിടെ നിൽക്കണേ എനിക്ക് നല്ല മണം വന്നുണ്ട്. നല്ല സാധനം നല്ല സൂപ്പറാണ്. അമ്മ ഇത് കുറേ വട്ടമായിട്ട് ഉണ്ടാക്കുന്നത്. അമ്മ ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല, ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ആ ശകലം നമ്മൾ തിളച്ചവെള്ളം, പച്ചവെള്ളം ഉപയോഗിക്കരുത്, തിളച്ചവെള്ളം തന്നെ ഉപയോഗിക്കണം. ശകലം തിളച്ചവെള്ളം ചേർക്കണം. ഇത്തിരി ഗ്രേവി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ. എന്ന് വെച്ചാൽ കട്ടിക്കല്ല അച്ചാറ്, കുറച്ച് ചെറിയൊരു ചാറ് പരുവത്തിലായിരിക്കും. അപ്പം അതവിടെ കിടന്നാവട്ടെ. അതാ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കട്ടിക്കാണ് വേണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇച്ചിരി ഇപ്പം നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാൻ കുറച്ച് ഒരു ചെറിയൊരു ലൂസ് വരുമ്പോൾ വേണമെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം ചേർത്തിട്ട് പാകമായിട്ട് എടുക്കാം. ഇതാ കുറച്ച് ഇപ്പം നല്ലോണം തിളച്ചു. അപ്പോൾ ഇതാ കുറച്ച് വിനാഗിരി ചേർക്കുക കേട്ടോ. കുറച്ച് വിനാഗിരി, നമ്മുടെ എന്താണ് പുളി അനുസരിച്ച് വിനാഗിരി ചേർക്കാം. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല, അമ്മ ചിരിക്കാട്ടാ. വിനാഗിരി ചേർക്കാം കേട്ടോ. ഞമ്മ രുചിച്ച് നോക്കണ സീനാണ്. എങ്ങനെയുണ്ട്? ഞാനും നോക്കട്ടെ. നമ്മളത് കുറച്ച് പുളിയായിട്ടില്ല. അപ്പോൾ അതാ നമ്മൾ വിനാഗിരി ഒഴിച്ചു. പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മൾ ആവശ്യത്തിന് നമ്മൾ നോക്കണം കേട്ടോ, ഉപ്പും പുളിയൊക്കെ നോക്കണം. അതനുസരിച്ച് വിനാഗിരി ഉപ്പ് ഇടണം. അതിന് അമ്മ എന്താ കായപ്പൊടി ഇടാൻ പോകണം കേട്ടോ. ചിലവർ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർക്കും ലാസ്റ്റ്. നമ്മൾ ഉലുവ പൊട്ടിച്ചുകൊണ്ട് അത് ചേർക്കുന്നില്ല, കായപ്പൊടി ആട്ടാ ചേർക്കണേ. നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടാണ് ലാസ്റ്റ് കായപ്പൊടി ചേർക്കണേ. ഇനി ഇത് എത്ര മണിക്കൂർ റെസ്റ്റ് ചെയ്യണം? ഇരുന്നത് നല്ലപോലെ കുറുകും. അതാണ് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും. അപ്പോൾ അതാ പിന്നെ ഒരു മണിക്കൂർ ആകുമ്പോഴേക്കൊക്കെ നല്ല സെറ്റാവും. അടച്ച് വെച്ചു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആറാൻ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്തതൊക്കെ കാണാം. ഓക്കേ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ സെറ്റായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയി. അച്ചാർ സെറ്റായി. അതെ, എൻ്റെ വേദുമോൻ്റെ കൈ പൊള്ളിയിട്ടൊന്ന് കാണിച്ചു കൊടുത്ത വേദു. അത് ദൈവ ശിക്ഷ കൊടുത്താണ്, വിളക്ക് ഊതിയിട്ടാണ്. സാരല്ല, കാര്യമുള്ള കാര്യം. അത് പണ്ട് ഊതിയതിൻ്റെ അല്ലേ? അപ്പോൾ ഇതാ വേദൂട്ടി ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. വേദു പറയൂട്ടെ എങ്ങനെ ഉണ്ടെന്ന്.
ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റർ വേദു നല്ല പോലെ ടേസ്റ്റൊക്കെ നോക്കി നല്ല ജഡ്ജ്മെൻ്റ് ഒക്കെ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ ബൈ.